ഹലോടാ. അപ്പം നമ്മൾ ഓച്ചിറയിൽ പൃഥ്വി ഉത്സവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 12 ദിവസമല്ലേ ഉത്സവം. അപ്പം നമ്മളൊന്ന് പോവുകയാണ്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഞാനും സുജിമോളും ഒക്കെ പോകും. ഓഫ് കോഴ്സ് നമുക്കറിയാമല്ലോ, ഉത്സവങ്ങളിലൊക്കെ പോകുമ്പം ഈ ഭയങ്കര വലിയൊരു ഫെസ്റ്റിവൽ അവിടുത്തെ അമ്പലത്തിൽ. ഇഷ്ടം പോലെ സ്റ്റാളുകളും വലിയ എക്സിബിഷൻ ഹാള് പോലെയാണ്. നിങ്ങൾക്ക് കാണാം ഈ നോർത്ത് ഇന്ത്യൻസൊക്കെ വന്ന് ഓർണമെൻറ്റ്സും ബാംഗിൾസും ഇതേപോലെ ബ്രേസ്ലെറ്റ്സും ഇതേപോലെ കൊലുസൊക്കെ ഉണ്ടല്ലോ. ഏത് ടൈപ്പ് വേണം നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. ഞാനങ്ങനെ ഒരു കൊലുസ് കണ്ട അവരുടെ അടുത്ത് പറഞ്ഞ് എനിക്കിഷ്ടപ്പെട്ട രീതി ഞാൻ കസ്റ്റമൈസ് ചെയ്തതാണ് എടുത്തതാണ് ഈ കയ്യിലിരിക്കുന്നത്. അടിപൊളി കൊലുസ് കേട്ടോ. അതേപോലെ തന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. കഴിഞ്ഞ കൊല്ലം വാങ്ങിച്ചത് 1 ഇയർ ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഇടയ്ക്ക് ചെറിയ കംപ്ലൈൻറ്റ് വന്നപ്പോൾ ഞാൻ തന്നെ അത് ശരിയാക്കി ഇട്ട്. പിന്നെ നമ്മുടെ ഉദ്ദേശം പുതിയ ഫാഷനിൽ എന്തോ ഉണ്ട്, ഇപ്പോഴത്തെ പുതിയ ട്രെൻഡൊക്കെ എങ്ങനെ ഉണ്ട്, നമുക്ക് അഫോർഡബിൾ റേറ്റിന് കിട്ടുന്നുണ്ടോ എന്ന് ഉള്ളതാണ്. അറിയാമല്ലോ, പെൺപിള്ളേർക്ക് ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ. പിന്നെ ഇതൊക്കെ കണ്ട് ഇങ്ങനത്തെയൊക്കെ പീസ് ഇപ്പോൾ ആൾക്കാർ സിമ്പിളായിട്ട് ഇടുന്നത്, നിറയെ വളയൊന്നും ഇടാതെ ഇപ്പോൾ സിംഗിൾ പീസ് കുർത്തിയുടെ കൂടെയൊക്കെ ഇതേപോലെ സിംഗിളായിട്ടുള്ളൊരു ബാങ്കിളൊക്കെ ഇട്ടാൽ സ്റ്റൈൽ ചെയ്യുന്ന ഇതുണ്ട്. ഇത് അവളുടെ സുജിമോടെ ബ്രദറിൻ്റെ കുഞ്ഞിന് വേണ്ടി അവളിങ്ങനെ നോക്കിയതാണ് കേട്ടോ. ഇവൾ വലിയ റേറ്റില്ല കേട്ടോ, 100-120 രൂപയൊക്കെ ഉള്ളൂ ഈ ടോയ്സിനൊക്കെ. വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം വലിയ വലിയ ഷോപ്പുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര റേറ്റ് അല്ലേ. സത്യം പറഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എറിയുമ്പോൾ എല്ലാം ടോയ്സും പൊട്ടിപ്പോവും. അപ്പം എനിക്ക് തോന്നുന്നത് ഇത് ലാഭമാണ്. ഈ റേറ്റിന് അവർ ചുമ്മാ എറിഞ്ഞൊക്കെ പൊട്ടിക്കുമ്പോൾ അവർക്ക് ഒത്തിരി എപ്പോഴും നമ്മൾ വാങ്ങിക്കുന്നില്ലേ. പിന്നെ ഞാൻ നോക്കിയത് പുതിയ വെറൈറ്റി എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നാണ്. കൂടുതലും പഴയതൊക്കെയാണ് ഞാൻ അവിടെ കണ്ടത്. ഇത് എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നി. പിന്നെ ഈ ഒരു കമ്മലൊക്കെ, കാരണം എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടെങ്കിലേ ഞാൻ കമ്മലൊക്കെ എടുക്കൂ. പിന്നെ പഴയ മോഡലൊന്നും വേണ്ടാലോ, ഒരു യുണീക്ക് പീസൊക്കെ നമ്മൾ കാണുമ്പം വാങ്ങാമെന്ന് വെച്ചിട്ടാണ്. പിന്നെ ബാഗ് കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സ്ലിം ബാഗ് അതാണ്ട ഇങ്ങനത്തെ ഇപ്പോഴത്തെ ട്രെൻഡ് അതാ. ഈ കട ഗായ്സിൻ്റെ പൊന്നോ, ഇത് ദൂരേന്ന് വന്നപ്പോൾ അങ്ങ് വെട്ടിത്തിളങ്ങുമായിരുന്നു ഞാൻ ഓടിച്ചത്. ഇപ്പോഴത്തെ ഈ ഹെയറിൽ വെക്കുന്ന ഇങ്ങനത്തെ അക്സസറീസിന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഞാനിവിടെ നിന്ന് പോയി ഈ ഒരെണ്ണം വാങ്ങിച്ചിട്ട് പിന്നെ ഒരു ബ്ലാക്ക് റെഡും വൈറ്റും ഒക്കെ വരുന്നതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നല്ല രസം ഹെയറിലിരിക്കുന്ന കാണാൻ. എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ഹെയറിൽ വെക്കുന്ന അക്സസറീസൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട് കളക്ഷൻ ഉണ്ട് അവിടെ. എന്ത് കളർ ഉണ്ടെന്ന് അറിയുമോ? എനിക്ക് അത് മാത്രമേ ഉള്ളൂ കുറച്ച് യുണീക്കായിട്ട് വെറൈറ്റി ആയിട്ട് തോന്നിയത് കേട്ടോ. ബാക്കിയെല്ലാം അധികമൊക്കെ കുറേ പഴയ പണ്ടത്തൊക്കെ ഉള്ള സംഭവങ്ങളാണ്. വെറൈറ്റി എന്തെങ്കിലും കണ്ടാൽ ഞാൻ വാങ്ങി. പിന്നെ ഞങ്ങൾ എന്ന ദിവസം വലിയ തിരക്കില്ലായിരുന്നു അന്നത്തെ ദിവസം. ദാണ്ട 2 ജൈൻ വീലൊക്കെ ഉണ്ട് അവിടെ. ഈ വട്ടം 2 ജൈൻ വീലും മറ്റേ ബോട്ട് വള്ളം പോലത്തെ അതിനകത്ത് ഇരിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ദാണ്ട് അവൾ പറഞ്ഞൊക്കെ ഇത് നല്ല കമ്മലാ നോക്കുന്നു. അതിന് 130 രൂപ കണ്ടേ ഉള്ളായിരുന്നു. വെയിറ്റ്ലെസ് ആണ് ഇതൊക്കെ കേട്ടോ. ഒട്ടും വെയിറ്റ് ഇല്ലാത്ത കമ്മല അവിടെ ഉള്ളതല്ല. ആ ഒരു ബാഗ് കണ്ട നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. പിന്നെ ദീപാരാധന ടൈമായിരുന്നു. നമ്മൾ അപ്പോഴത്തേക്ക് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിറങ്ങി. നെക്സ്റ്റ് ഡേ ഞാൻ പോയായിരുന്നു. ശരണ്യ, അമ്മ, ബിന്ദുക്കയുടെ മോള്, കൊച്ചുമോള് ഒക്കെ ആയിട്ട് ഞങ്ങൾ പോയി. അന്ന് നല്ല രസം. നമ്മൾ നേരെ ഈ റൈഡിനകത്ത് കയറാമെന്നും പറഞ്ഞ് പോയതാണ്. പക്ഷെ പിന്നെ നമ്മൾ കയറിയില്ല. നെക്സ്റ്റ് പിന്നെ എപ്പോഴേലും പോകുമ്പോൾ കയറാമെന്നും പറഞ്ഞ് ജസ്റ്റ് അതെല്ലാം ഒന്ന് കണ്ട് ഇട്ടൊക്കെ വന്ന്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് വിശക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കണ്ട മുളക് ബജി കടയിൽ കയറിയതാണ്. അവൾക്ക് മുളക് ബജി വേണ്ട, കോളിഫ്ലവർ ബജി മതി എന്ന് പറഞ്ഞു. അങ്ങനെ കോളിഫ്ലവർ കഴിക്കും അവിടെ ഇന്നിട്ട്. കൊള്ളാം, മറ്റേത് വെച്ചേ. പക്ഷെ അതാ നല്ല ഇത്. കമ്മല തരുന്നേ. അത് കൊള്ളാം. ഇങ്ങോട്ട് തിരി. എങ്ങനെ ഉണ്ടേ? കൊള്ളാവോ? ശരണയുടെ എക്സ്പ്രഷൻ കണ്ടോ ഗൈസ്? കൊള്ളാത്. ശരണയുടെ അമ്മ ചോദിക്കുന്നത് ജോലിക്ക് പോണോന്ന്. ഇനി അവൾക്ക് ഹെയറിൽ വെക്കുന്ന ഒരു ക്ലിപ്പ് വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി. ഇവിടെ ഈ സാധനം ഈ കടയിൽ നിന്ന് മേടിച്ച് അപ്പം തന്നെ തലയെ മേടിച്ച് കുത്തി കടയ്ക്ക് പരസ്യമായിട്ട് ചേട്ടാ ഇതിനെ ഇവിടെ എടുത്തോ. പരസ്യം കടയുടെ പരസ്യം.
ഒത്തിരി ഉണ്ട്, ഞാൻ ഇന്നലെ വന്നപ്പോൾ വാങ്ങിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മണ്ണാശ്ശേരി നേഴ്സറിയിലോട്ട് വന്നായിരുന്നു. ശരണ്യയ്ക്ക് വീട്ടിലേക്ക് ചെടിച്ചട്ടി എന്തോ വാങ്ങണം എന്ന് പറഞ്ഞ് കുറച്ച് ചെടിയൊക്കെ നടുന്നതിന് വേണ്ടി അവരെന്തോ ഒരു 10 ചെടിച്ചട്ടി വാങ്ങി പ്ലാന്റ്സൊക്കെ വെക്കാനായിട്ട്. അവിടെ കുറേ റോസയുണ്ട് കണ്ടോ, ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ ഇരിക്കുന്ന റോസയാണ് കേട്ടോ. ഇഷ്ടം പോലെ ജമന്തിപ്പൂ, ബന്ദിപ്പൂ, ഡാലിയ, ഒരുപാട് ചെടിയുണ്ട്, ഓർക്കിഡ്. ഇതാണ്ട അവരവിടെ ചട്ടി പറഞ്ഞിട്ട് കളറൊക്കെ പറഞ്ഞ് സെലക്ട് ചെയ്തെടുക്കുവാണ്. അതുപോലെ തന്നെ ഫ്ലവറിങ് പ്ലാന്റ് ഉണ്ടായിരുന്നു, ഒരുപാട് ഫ്ലവറിങ് പ്ലാന്റും കാര്യങ്ങളും ഒക്കെ. ഇത് നമ്മുടെ ഓച്ചിറ അമ്പലത്തിൻ്റെ എവിടെയായിട്ട് നേഴ്സറി നിൽക്കുന്നതെന്ന് വെച്ചാൽ അവിടെ നക്ഷത്രവനം ഉണ്ടല്ലോ, ഓരോ നാളുകാർക്ക് ഓരോ മരങ്ങൾ വെച്ച് പിടിപ്പിക്കും. അതിൻ്റെ അടുത്ത് തന്നെയാണ്, അതിൻ്റെ എൻട്രിയിൽ തന്നെ വാതിലിലാണ് അപ്പുറം ഇപ്പുറമായിട്ട് ഈ നമ്മുടെ നേഴ്സറിയും. അതുകൊണ്ട് ഇത് മുല്ലയാണ് കേട്ടോ, കുറ്റിമുല്ല. ഇഷ്ടംപോലെ കുറ്റിമുല്ലയൊക്കെ ഉണ്ട്. അത് ഓൾ ടൈം ഫേവറേറ്റ് ആണല്ലോ എല്ലാവർക്കും. പണ്ട് തൊട്ടേ മുല്ല ചെടിയൊക്കെ വാങ്ങിച്ച് എല്ലാവരും വീട്ടിൽ വെക്കുമല്ലോ. പിന്നെ എല്ലാവരും റോസയൊക്കെ നോക്കുമായിരുന്നു. പിന്നെ നമ്മളവിടുത്തെ പർച്ചേസിങ് ഒക്കെ ശരണയുടെ കഴിഞ്ഞിട്ട് നമ്മളടുത്ത് മറ്റേ ഞാൻ ഇവിടെ പോയിട്ടില്ലായിരുന്നു, നക്ഷത്രവനം ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു നക്ഷത്രവനത്തിൻ്റെ അകത്തൊന്ന് കയറാം എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് കയറി. ഇതാണ്ട നേഴ്സറി ഇറങ്ങിയ നേരെ നക്ഷത്രവനത്തിലോട്ട് നമ്മൾ കയറുന്നത്. ഇതാണ് നക്ഷത്രവനം. കണ്ടോ, കുറേ മരങ്ങളൊക്കെ നിൽക്കുന്നത്. ഇവിടെ ഫുൾ ഇൻ്റർലോക്കൊക്കെ ചെയ്ത് നല്ല സെറ്റപ്പ്, നല്ലൊരു വൈബ് പ്ലേസാണത്. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കുറച്ച് കയറി പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ കുറച്ചേ അങ്ങോട്ട് പോയുള്ളൂ കേട്ടോ. അങ്ങ് നല്ല തിരക്കായിരുന്നു അതിനകത്തൊക്കെ, അത്യാവശ്യം ആൾക്കാരെ. ഇന്ന് ഞങ്ങൾ പോയ ദിവസം കേട്ടോ, ഇന്നത്തെ ദിവസം നല്ല തിരക്കുള്ള ദിവസമായിരുന്നു ഞങ്ങൾ ചെന്ന്. വർക്കിംഗ് ഡേ ആണെങ്കിലും നല്ല തിരക്കുണ്ട്. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ പോകുന്നതിന് മുന്നേ എല്ലാവരും കൂടെ ചേർന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ കുലിക്കേടിയുണ്ട്. അതായത് ഇവർ അമ്മയും മോളും നിൽക്കുന്നതിൻ്റെ ബാക്ക് സൈഡ് നോക്കി നിങ്ങൾ, ആ ചെറുക്ക അവിടെ കുലിക്ക് സമ്പത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞ് ട്രോളിച്ചിരിക്കുമായിരുന്നു അവിടെ നിന്ന്.